الرحمن الرحيم الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ചരിത്ര നിമിഷങ്ങളാണ് സ്പെയിനിലെ മുസ്ലിം ചരിത്രം എന്നത്. നമുക്കറിയാം, ഏകദേശം 700-കളിൽ നിന്ന് തുടങ്ങി 1492 വരെയെങ്കിലുമുള്ള കാലഘട്ടത്തിൽ പല ഭാഗങ്ങളിലായി സ്പെയിനിലെയും പോർച്ചുഗലിലെയും കുറച്ച് ഭാഗത്തെ ഫ്രാൻസ് ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചരിത്രത്തിലേക്ക് കയറാം. 2023 ഒരു കണക്ക് പ്രകാരം ഏകദേശം 2.41 മില്യൺ മുസ്ലിങ്ങളാണ് നിലവിൽ സ്പെയിനിലുള്ളത്. അനൗദ്യോഗിക കണക്കനുസരിച്ച് ഒരു 3 മില്യന്റെ കണക്കും പറയുന്നത് കാണാം. സ്പെയിനിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കാറ്റലോണിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ 6,60,000 ഏകദേശം മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കണക്ക്. സ്പെയിനിൻ്റെ ഭാഷ, അവിടുത്തെ വസ്ത്രം, അവിടുത്തെ ആർക്കിടെക്ചർ, അവിടുത്തെ സംസ്കാരം, അങ്ങനെ വിവിധ മേഖലകളിൽ ഒരു വലിയ സ്വാധീനം ഇപ്പോഴും ഇസ്ലാം ചെലുത്തുന്നുണ്ട്. ഇസ്ലാമിക സംസ്കാരം, അവിടുത്തെ പൈതൃകം ഇപ്പോഴും ചെലുത്തുന്നത് നമുക്ക് കാണാം. പക്ഷേ വളരെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളായി മാറിക്കഴിഞ്ഞു എന്നത് സത്യമാണ്. ഇപ്പോൾ നിലവിൽ അവിടെ സ്പെയിനിലുള്ളത് മൊറോക്കോ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സെനഗൽ, അൾജീരിയ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള മൈഗ്രൻസിൻ്റെ പല തലമുറകളാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കാറ്റലോണിയ, വലൻസിയ, അന്തലൂസിയ, മാഡ്രിഡ് അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂട്ടമായി അധികവും മുസ്ലിങ്ങൾ താമസിക്കുന്നത്. നിലവിൽ ഏകദേശം 51ഓളം മുസ്ലിം ഫെഡറേഷൻസ് ആണ് മുസ്ലിങ്ങളെ അവിടെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. ഏകദേശം 2000-ഓളം പള്ളികളും കൂടി അവിടെ ഉണ്ട് എന്നാണ് ചില കണക്കുകൾ പ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഏകദേശം 711 നിന്ന് തുടങ്ങി 1492 വരെയുള്ള കാലങ്ങളിൽ മുസ്ലിങ്ങൾ ഭരിച്ച സ്പെയിനിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ വെറും 40ഓളം മുസ്ലിം ഖബറിസ്ഥാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചരിത്രം വസ്തുത നമുക്ക് കാണാം. സമകാലിക യാഥാർത്ഥ്യം അതാണ്. അതിൻ്റെ കൂടെ അവിടെ ഇസ്ലാമോഫോബിയ വർദ്ധിക്കുന്നതും, സെനോഫോബിയ, കുടിയേറ്റ വിരുദ്ധത വർദ്ധിക്കുന്നതും, എഡ്യൂക്കേഷൻ, അതുപോലെ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്ത്യയിൽ തന്നെ കാണുന്നത് പോലുള്ള പലതരത്തിലുള്ള ഒരു ഭീതി സൃഷ്ടിക്കുന്ന സാഹചര്യവും അവിടെ സ്പെയിനിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ വളരെ തുച്ഛമായി ജീവിക്കുന്ന സ്പെയിനിലെ മുസ്ലിങ്ങൾ പോലും ഭീകരമായ ഒരു സാഹചര്യം അവിടെ നേരിടുന്നുണ്ട്. പല വെസ്റ്റേൺ യൂറോപ്യൻ ഭാഗത്തെ പല രാഷ്ട്രങ്ങളിലും ഈ തരത്തിലുള്ള സെനോഫോബിയയും ഇസ്ലാമോഫോബിയയും ഒക്കെ ഫേസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയും സ്പെയിനിലും ഈ ഒരു അവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ സമകാലിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളൊരു ബോധം വെച്ചുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിലേക്ക് മടങ്ങേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം പറയുന്നത്? ചരിത്രം ഖുർആൻ തന്നെ പറയുന്നത് ഇബ്റത്ത്, ഒരു ഗുണപാഠം എന്ന നിലയിലാണല്ലോ ചരിത്രം തന്നെ ഖുർആൻ പരാമർശിക്കുന്നത്. സ്പാനിഷ് ചരിത്രം നമ്മൾ ഒരു കാലഘട്ടത്തിലെ ഒരു ഗ്ലോറിഫൈഡ് ആയ ഒരു ചരിത്രത്തെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ പണ്ടുകാലം ഭയങ്കര അതിമനോഹരമായിരുന്നു, സുവർണ സുന്ദരമായ കാലഘട്ടമായിരുന്നു എന്ന് പറയുക എന്നത് മാത്രമല്ലല്ലോ. ആ ഒരു ചരിത്രത്തിൽ നിന്ന് പിന്നീട് വന്ന് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്ന സൈക്കിൾ തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അസബിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് സോൾഡാറ്റി എന്ന് പറയുന്ന ഒരു തിയറി അദ്ദേഹം ഈ സ്പാനിഷ്, മൊറോക്കൻ, തുനീഷ്യൻ ലോകത്തെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമൂഹിക
രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, ആത്മീയ ഔന്നത്യം ഒരുപോലെ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിന് ഉത്ഥാനം ഉണ്ടാകുമെന്നും ഇതിലേതെങ്കിലും തകർച്ച നേരിടുമ്പോൾ അത് തകരാൻ, ആ നാഗരികത തകരുവാനും കാരണമാകുമെന്ന് അദ്ദേഹത്തിന്റെ സൈക്കിൾ തിയറി എന്ന് പറയുന്ന ഫിലോസഫിയിൽ അദ്ദേഹം അത് മുന്നോട്ട് വെക്കുന്നത് കാണാം. അത് ടുണീഷ്യ അടക്കമുള്ള വെസ്റ്റ് ആഫ്രിക്കൻ, നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അടക്കമുള്ള വിവിധ മുസ്ലിം ഡൈനാസ്റ്റികളുടെയും തകർച്ചയുടെ പ്രധാന ഒരു പോയിന്റായി നമുക്ക് ഇബ്നു ഖൽദൂന്റെ ഈ തിയറിയെ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്പാനിഷ് ചരിത്രത്തിലേക്ക് കടക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ സ്പെയിനിന്റെ ചരിത്രത്തിൽ നിരവധി ഘട്ടങ്ങളുണ്ട്. ഇതിനെ രണ്ട് രീതിയിലാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്, അതൊരു രാഷ്ട്രീയപരമായ അവരുടെ ഒരു ഇവല്യൂഷനെ കുറിച്ച് വിശദീകരിക്കുക. അതിനുശേഷം എന്ത് തന്നെയാണെങ്കിലും ഈ വിവിധ നൂറ്റാണ്ടുകളായി, 7-8 നൂറ്റാണ്ടുകളായി അവിടെ ഭരിച്ച ഈ ഒരു സമൂഹം, ഈ മുസ്ലിങ്ങൾ ഒരുപാട് നാഗരികതമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, വൈജ്ഞാനികമായി, വിവിധ മേഖലകളിലെ വൈജ്ഞാനിക മേഖലകളിലെല്ലാം നിരവധി സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഒരു പരാമർശമാണ് നമ്മൾ ഈ ഒരു സംഭാഷണത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്പാനിഷ് ചരിത്രത്തിൽ നമ്മൾ ഈ അന്ദുലുസ് എന്ന് അറബിയിൽ വിളിക്കുന്നതിനെ ഒരു ജിയോഗ്രഫി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് നേരെ കണക്ട് ചെയ്യുന്ന യൂറോപ്യൻ ഭാഗമാണ് ഈ ഇപ്പോൾ നമ്മൾ സ്പാനിഷ് എന്ന് വിളിക്കുന്ന ആ ഭാഗം. അത് അന്ന് അന്ദുലുസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോർച്ചുഗലും അതുപോലെ തന്നെ സ്പാനിഷും ഫ്രാൻസിന്റെ ഈ ഭാഗത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്തും എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ അന്ദുലുസ് എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം സ്പെയിൻ എന്ന് പറയുന്ന ഒരു അധികാര പ്രദേശത്തെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയായിരുന്നു ജിയോഗ്രഫിക്കൽ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വിശാലമായ പ്രദേശത്ത് പടർന്നു കിടന്ന ആ ഭാഗങ്ങളിലെല്ലാം വിവിധ ഘട്ടങ്ങളിലായി വിവിധ മുസ്ലിം ഭരണകൂടങ്ങളായി ഭരിച്ച ഒരു ചരിത്രത്തെയാണ് ഇസ്ലാമിൻ സ്പെയിൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്പാനിഷ് ഭരണ കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് വിവിധ ഘട്ടങ്ങളുണ്ട് ചരിത്രത്തിൽ. അതിൽ ഒന്ന് ഉമയ്യ ഖിലാഫത്തിന്റെ, അതായത് ദമസ്കസ് കേന്ദ്രീകരിച്ച്, ദിമിഷ്ക് അല്ലെങ്കിൽ ഷാം കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഉമയ്യ ഖിലാഫത്തിന്റെ ഒരു ഘട്ടം. അതിനെ നമ്മൾ പറയുന്നത് ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഡിപ്പെൻഡബിൾ ആയിരുന്ന ഒരു ഇമാറത്തിന്റെ ഭരണകാലഘട്ടമാണ്. ഏകദേശം 711 മുതൽ 756 വരെയുള്ള ഒരു ഉമയ്യ കാലഘട്ടം, ഉമയ്യ ഖിലാഫത്തിന് കീഴിലുള്ള കാലഘട്ടം. അതിനുശേഷം രണ്ടാമതായി വരുന്നത് ഇൻഡിപെൻഡന്റ് ഖിലാഫത്താണ്. അതായത് അവിടുന്ന് ഉമയ്യ ഖിലാഫത്തിന് പതിനുശേഷം അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു രാജകുമാരൻ രൂപീകരിക്കുന്ന രണ്ടാമത്തെ ഘട്ടം. പിന്നീട് ഈ രണ്ടാമത്തെ ഘട്ടം അമീർ എന്ന നിലയിലാണ് ഭരിക്കുന്നത്. ഞാൻ ഇതിന്റെയൊക്കെ ഓരോന്നായി വിശദീകരിക്കാം. ആദ്യം ഒന്ന് ചുരുക്കി പറയുകയാണ്. മൂന്നാമത്തെ ഘട്ടം പറയുന്നത് ഈ ഉമയ്യ ഇമാറത്ത് എന്നത് ഉമയ്യ ഖിലാഫത്തായി മാറുന്ന ഒരു ഘട്ടമുണ്ട്. അത് 929 മുതൽ പിന്നീടുള്ള ഘട്ടങ്ങളാണ്. അതിനുശേഷം ഇവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ മറ്റൊരു ആത്മീയ ധാരയിൽ തന്നെ പെട്ട, അതിൻ്റെ കൂടെ തന്നെ വളരെ വില്ലാളി വീരന്മാരായി അന്ന് നാട്ടിൽ അറിയപ്പെട്ട മുറാബിത്തൂൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് അവിടെ പിന്നീട് ഈ ഖിലാഫത്തിന് ശേഷം ശക്തമായി കുറച്ചു കാലം, ഏകദേശം 1 നൂറ്റാണ്ടിന്റെ അടുത്തെങ്കിലും അവർ ഭരിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഇവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത നൂറ്റാണ്ടിൽ അൽ മുവഹിദൂൻ എന്ന് പറയുന്ന ഈ തൗഹീദിന്റെ ആൾക്കാർ എന്ന് തന്നെ സ്വയം വാദിച്ച് അതിനുവേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഭരിക്കുകയും അങ്ങനെ തുടങ്ങിയും പിന്നീട് സാധാരണക്കാരായ ഒരു രാജവംശമായി മാറ്റപ്പെട്ട ഒരു ഭരണകൂടമുണ്ട്. അൽ മുവഹിദൂൻ എന്നാണ് വിളിക്കുന്നത്. ഇതിന് ശേഷം നിരവധി ചെറിയ ചെറിയ പെറ്റി കിങ്ഡംസ്, ചെറിയ ചെറിയ രാജവംശങ്ങൾ, നമ്മൾ സാധാരണ നമ്മുടെ തന്നെ നാട്ടുരാജാക്കന്മാരെ കാണുന്നത് പോലെ കോട്ടയം അല്ലെങ്കിൽ കൊച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങളിലുള്ള രാജവംശങ്ങൾ. ഈ രാജവംശങ്ങളുടെ ഒരു ചരിത്രവുമുണ്ട്. അതിന്റെ അവസാനം എന്ന നിലയിൽ ഗ്രാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് നാസിരീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഒരു അധികാരത്തിലേറുന്നു. അവരുടെ അവസാനം 1492 അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന അന്ദുലുസിലെ അല്ലെങ്കിൽ സ്പെയിനിലെ മുസ്ലിം പൊളിറ്റിക്കൽ ഹിസ്റ്ററി
അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് വിവിധ ഘട്ടങ്ങൾ. ആദ്യമായി നമുക്ക് വിശദീകരിക്കേണ്ടത് അന്തുരുസിലെ സ്പെയിനിലെ ഉമയ്യാക്കളുടെ കാലഘട്ടമാണ്. വലീദ് ഒന്നാമന്റെ കാലഘട്ടം. 705 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ജനറൽ ആയിരുന്ന മൂസ ഇബ്നു നുസൈറിനെ ഈ മൊറോക്കൻ, നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗത്തേക്കുള്ള ഗവർണറായി, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തേക്കുള്ള ഗവർണറായി അദ്ദേഹത്തെ നിയമിക്കുന്നത്. ഈ മൂസ ഇബ്നു നുസൈറിന്റെ കീഴിലുള്ള മിലിറ്ററി ജനറലാണ് ലോക പ്രസിദ്ധനായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന താരിഖ് ഇബ്നു സിയാദ്. അദ്ദേഹത്തെയാണ് ഈ ഭാഗത്തേക്ക് സൈനിക വിന്യാസത്തിനായി മൂസ ഇബ്നു നുസൈർ അയക്കുന്നത്. ഈ താരിഖ് ഇബ്നു സിയാദ് ആ ഭാഗത്തേക്ക് പോവുകയും ചെറിയ ചെറിയ പ്രിൻസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഡൈനാസ്റ്റികൾ പരസ്പരം സംഘർഷത്തിലും കൂടി ഏർപ്പെടുന്ന ഒരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ വിഭാഗം ഇദ്ദേഹത്തെ, അതായത് വിസിഗോതിക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഒരു നാട്ടു രാജാക്കന്മാരായിരുന്നു. അവർ മൂസ ഇബ്നു നുസൈറിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായ അഭ്യർത്ഥന സ്വീകരിക്കുകയും അതിന്റെ ഫലമായി താരിഖ് ഇബ്നു സിയാദിനെ ആ ഭാഗത്തേക്ക് അയക്കുകയും അദ്ദേഹം അവിടെ ചെന്ന് ഓരോ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ഈ നേരത്തെ പറഞ്ഞ വിസിഗോതിക് രാജാക്കന്മാരെ എതിർത്തിരുന്ന ഭരണാധികാരികളെ, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു റോഡറിക് എന്ന് പറയുന്ന രാജാവായിരുന്നു, ആ രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 711 ആ ഭാഗം കീഴടക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്ന സ്പെയിനിലെ ആദ്യമായി മുസ്ലിം ഭരണം ഉമയ്യ ഡൈനാസ്റ്റിയുടെ, ഉമയ്യ ഖിലാഫത്തിന്റെ കാലത്ത് തുടക്കമിടുന്നത്. പിന്നീട് ഈ 711 മുതൽ 714 വരെ മൂസ ഇബ്നു നുസൈറിന്റെ അധികാരത്തിന്റെ കീഴിൽ താരിഖ് ഇബ്നു സിയാദിന്റെ സൈനിക നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ ശക്തമായി തന്നെ ഒരു സൈനിക മുന്നേറ്റം നടത്തുകയും നല്ലൊരു ശതമാനം സ്പാനിഷ് പ്രദേശങ്ങൾ ഉമയ്യ ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതേ സമയത്ത് തന്നെയാണ്. നമ്മൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് മുഹമ്മദ് ഇബ്നു ഖാസിമിനെ വലീദിന്റെ കാലത്ത് തന്നെ ഇങ്ങോട്ട് അയക്കുന്നത്. പക്ഷേ വലീദിന്റെ മരണം സംഭവിക്കുകയും അവിടെ ഉമയ്യ ഖിലാഫത്തിനിടയിൽ ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതിന്റെ ഫലമായി വലീദ് ആരെയൊക്കെ ഏതൊക്കെ ഭാഗത്ത് നിയമിച്ചിട്ടുണ്ടോ അവരെയൊക്കെ തിരിച്ചു വിളിക്കുവാൻ സുലൈമാൻ തീരുമാനിക്കുകയും അതിന്റെ ഫലമായി 714 മൂസ ഇബ്നു നുസൈറിനെയും താരിഖ് ഇബ്നു സിയാദിനെയും തിരിച്ചു വിളിക്കുന്ന ആ ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിന്നും നമ്മുടെ മുഹമ്മദ് ഇബ്നു ഖാസിമിനെയും തിരിച്ചു വിളിക്കുന്നുണ്ട്. ഈ ഒരു തിരിച്ചു വിളിക്കൽ യഥാർത്ഥത്തിൽ ഒരു ദ്രുതഗതിയിൽ പോയിരുന്ന മുസ്ലിം സൈനിക വിന്യാസത്തെ, അല്ലെങ്കിൽ അന്നത്തെ ഉമയ്യ ഖിലാഫത്തിന്റെ വ്യാപനത്തെ തടയിടുന്ന ഒരു നയം, രാഷ്ട്രീയ നയമായിരുന്നു. അതിന് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പിന്നീട് ഉമയ്യ ഖിലാഫത്തിന്റെ ഉള്ളിലും പുറത്തും ഉണ്ടായതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. പക്ഷെ എന്നാൽ പോലും ഈ ഭാഗങ്ങൾ എന്തായാലും ഖിലാഫത്തിന് കീഴിലായതുകൊണ്ട് ഏകദേശം 750 വരെയെങ്കിലും ഏകദേശം നല്ലൊരു അധീന പ്രദേശമായി ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം അവരുടെ കീഴിൽ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. പക്ഷേ ഇതോടുകൂടി 740 കഴിഞ്ഞു, ഹിഷാമിന്റെയൊക്കെ ഭരണകാലഘട്ടം കഴിഞ്ഞു. അവസാനം 746 ആ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോൾ ഉമയ്യ ഡൈനാസ്റ്റി വളരെ ദുർബലമാവുകയും ആ ഒരു പശ്ചാത്തലത്തിൽ ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മുസ്ലിം ഭരണകൂടം, പ്രത്യേകിച്ച് അഹ്ലുബൈത്തിന്റെയും പേർഷ്യക്കാരുടെയും തുർക്കുകളുടെയും നോൺ അറബുകളായ എല്ലാവരുടെയും സഹായത്തോടു കൂടി അബ്ബാസി റവല്യൂഷൻ ബാഗ്ദാദ് കേന്ദ്രീകരിച്ച് സംഭവിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇതുണ്ടാവുകയും അങ്ങനെ അവസാനമുണ്ടായിരുന്ന മർവാൻ ഭരണാധികാരിയെ ഉമയ്യ ഖലീഫ മർവാനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് 750 അബ്ബാസി ഖിലാഫത്ത് രണ്ടാമത്തെ ഖിലാഫത്തായി ബാഗ്ദാദിൽ പ്രഖ്യാപനം നടത്തുമ്പോൾ അവിടെ സംഭവിച്ചത്, ഈ ഉമയ്യ ഖിലാഫത്തിന് കീഴിലുണ്ടായിരുന്ന ഒരു രാജകുമാരൻ അബ്ദുറഹ്മാൻ ഒന്നാമൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം 750കളിൽ അവിടുന്ന് രക്ഷപ്പെടുകയും മൊറോക്കോ വഴി സ്പെയിൻ ഭാഗത്തേക്ക് എത്തുകയും അദ്ദേഹം ഏകദേശം 750 മുതൽ 56 വരെ 5-6 വർഷം നീണ്ടു നിൽക്കുന്ന കാലം വളരെ ഹാർഡ് വർക്കോടുകൂടി അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ലോയലിസ്റ്റുകളായ ബനു ഉമയ്യ ഡൈനാസ്റ്റിയോട് ബന്ധമുണ്ടായിരുന്ന ആൾക്കാരെയും
മൊറോക്കോയിലെ ബെർബർ ഗോത്രവർഗക്കാരെയും അതിൻ്റെ കൂടെ തന്നെ അറബികളെയും പുതിയ ഇസ്ലാം സ്വീകരിച്ച പുതിയ ആൾക്കാരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പുതിയൊരു വിലായത്തിന് ഒരു ഇമാറത്തിന് ശ്രമം നടത്തുകയുണ്ടായി. അങ്ങനെ 756 സ്വതന്ത്രമായ എന്നാൽ ഉമയ്യ ഖിലാഫത്തിന്റെ തന്നെ പേരിലുള്ള ഒരു എമിറേറ്റ്, ഒരു ഇമാറത്ത് അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഈ ഒരു ചരിത്രം വളരെ ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റായി ഇസ്ലാമിക ചരിത്രന്മാരെല്ലാം എഴുതി ചേർക്കുന്നുണ്ട്. അതായത് ഒരേ സമയം ഉമയ്യ ഖിലാഫത്ത് തകരുന്നു, അതേ സമയം അബ്ബാസി ഖിലാഫത്ത് ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുണ്ടാവുന്നു. ആ ഖിലാഫത്ത് ഉണ്ടാവുമ്പോൾ തന്നെ ഇൻഡിപെൻഡന്റായി മറ്റൊരു ഭരണകൂടം സ്പെയിൻ കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്നു. ഈ ഭരണകൂടം അബ്ബാസി ഖിലാഫത്തിനോട് നേരെ എതിർ നിൽക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അബ്ദുറഹ്മാൻ ഒന്നാമൻ ഖിലാഫത്ത് പ്രഖ്യാപിച്ചില്ല. അദ്ദേഹം ഒരു അമീർ എന്ന നിലയിൽ മാത്രമാണ് ഭരിച്ചത്. ഒരു പക്ഷേ ചില ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഒരു ഖിലാഫത്ത് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ലെജിറ്റിമസി, ഒരു നിയമസാധുത എന്നതിൽ സംശയം പ്രകടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമം എന്നതുകൊണ്ടോ ആയിരിക്കാം അബ്ദുറഹ്മാൻ ഒന്നാമൻ ഖിലാഫത്ത് പ്രഖ്യാപിക്കാതിരുന്നത് എന്ന ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണാം. എന്താണെങ്കിൽ പോലും അദ്ദേഹം ഖിലാഫത്ത് പ്രഖ്യാപിച്ചില്ല. പിന്നീട് സംഭവിച്ചത് ഈ 756 മുതൽ 929 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്, ഇമാറത്തിന്റെ കാലഘട്ടം. പ്രധാനമായും 3 അബ്ദുറഹ്മാൻ ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധരായ ഭരണാധികാരികളെ വന്നിട്ടുള്ളൂ. ഒന്നാമത് അബ്ദുറഹ്മാൻ ദാഖിൽ എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുറഹ്മാൻ ഒന്നാമൻ. രണ്ടാമത് അബ്ദുറഹ്മാൻ രണ്ടാമൻ, 822 മുതൽ 852 വരെ ഭരിച്ച അബ്ദുറഹ്മാൻ രണ്ടാമൻ. മൂന്നാമത് 912 മുതൽ ഭരിച്ച അബ്ദുറഹ്മാൻ മൂന്നാമൻ. ഈ അബ്ദുറഹ്മാൻ മൂന്നാമനാണ് സ്വതന്ത്രമായ ഖിലാഫത്ത് സ്പെയിനിൽ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ അബ്ദുറഹ്മാൻ ഒന്നാമനെ പോലെ മടിച്ചു നിന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നിരവധി ഖിലാഫത്തുകൾ ഒരേ സമയത്ത് നിലനിന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് ഈ ഉദാഹരണം. ഇതേ സമയം തന്നെ മറ്റു ചില സംഭവങ്ങളും കൂടി ഉണ്ടാവുന്നുണ്ട്. ഈജിപ്റ്റ്, ഷാമിന്റെ ചില ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫാത്തിമി ഡൈനാസ്റ്റി, ഫാത്തിമി രാജഭരണകൂടം അവരവര് ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫാത്തിമികളെ ഷിയ വിഭാഗമായിട്ടാണ് എണ്ണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജാമിയത്തുൽ അസർ യൂണിവേഴ്സിറ്റി ഫാത്തിമികൾ രൂപീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത്രയും വലിയ ചരിത്രപരമായ ബന്ധം അല്ലെങ്കിൽ സുന്നി സമൂഹവുമായി തന്നെ ചേർന്നിടക്കുന്ന ബന്ധം ഫാത്തിമികൾക്കുണ്ടെങ്കിൽ പോലും ഫാത്തിമികളെ പൊതുവെ നിലവിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഷിഈ വിഭാഗമായിട്ടാണ് എണ്ണുന്നത്. അപ്പോൾ ഈ അബ്ദുറഹ്മാൻ തേർഡ് മൂന്നാമനാണ് ഫാത്തിമി ഡൈനാസ്റ്റികളുമായി എതിരിടുകയും ആ എതിരിടുന്നതിലൊരു മത ആഖ്യാനം പോലും രൂപപ്പെട്ടു. കാരണം ഈ ഫാത്തിമികൾ അവരുടെ കീഴിലുണ്ടായിരുന്ന സുന്നി വിശ്വാസമുണ്ടായിരുന്നു, അതായത് സുന്നികളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാർക്കെതിരെ ശക്തമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഫാത്തിമികളുടെ സ്വാധീനമുണ്ടായിരുന്ന നോർത്ത് ആഫ്രിക്കയിലെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരെ തുരത്തി ഓടിക്കുകയും ആ പ്രദേശങ്ങൾ മുഴുവനും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചത് ഈ അബ്ദുറഹ്മാൻ മൂന്നാമനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രിബ്യൂഷൻ പൊളിറ്റിക്കലി ഈ അന്നത്തെ വളരെ ഉപദ്രവകാരികളായി എന്ന് പിന്നീട് മംലൂക്കുകളും പോലും കണ്ട, മംലൂക്ക് ഡൈനാസ്റ്റി പോലും കണ്ട ഈ ഫാത്തിമി ഡൈനാസ്റ്റിയെ നോർത്ത് ആഫ്രിക്കയുടെയും മൊറോക്കോയുടെയും ഭാഗങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കുവാൻ അബ്ദുറഹ്മാൻ മൂന്നാമന് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെ പിൽക്കാലത്തെ ചരിത്രകാരന്മാർ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു ഖിലാഫത്ത് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു നിയമസാധുതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഫാത്തിമികൾക്കെതിരെയുള്ള ഇദ്ദേഹത്തിന്റെ പോരാട്ടം തന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനും തുടർന്നുള്ള ഭരണത്തിനും ഒരു നിയമസാധുത നൽകുകയാണ് ചെയ്തത്. കൊർദോബ കേന്ദ്രീകരിച്ച് ഭരിക്കാൻ തുടങ്ങിയ ഇദ്ദേഹം ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് നൽകിയത്. അത് മാത്രമല്ല, പിന്നീട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി 929 തുടങ്ങിയ ഈ ഉമയ്യ ഖിലാഫത്ത്, സ്പെയിനിലെ ഉമയ്യ ഖിലാഫത്ത് ഏകദേശം 1031 വരെ ഒരു നീണ്ട കാലഘട്ടം
അവർക്കവിടെ ഭരിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് എല്ലാ ഭരണകൂടങ്ങളുടെയും ഒരവസ്ഥ അറിയാം. നമ്മൾ ഏതൊരു ചരിത്രം പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൈനാസ്റ്റികൾ തകരുന്നതിന്റെ കാരണം എന്താണ്? പ്രധാനമായും ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. അവരുടെ ഫാമിലി, കുടുംബത്തിൽ തന്നെയുള്ള രക്തബന്ധുക്കൾ തമ്മിലുള്ള പരസ്പര വധങ്ങൾ ഉണ്ടാവുകയും ചതിയും വഞ്ചനയും ഉണ്ടാവുകയും അധികാരം പിടിച്ചെടുക്കാനുള്ള താല്പര്യവും ത്വരയും വർദ്ധിക്കുക, അതിൻ്റെ കൂടെ തന്നെ സൈനികമായ ദുർബലത അനുഭവിക്കുക, സാമ്പത്തിക പരാധീനതകൾ നേരിടുക, ഫ്രണ്ടിയർ ഏരിയകളിൽ, അതിർത്തി ഏരിയകളിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ കഴിയാതിരിക്കുക, അതിൻ്റെ കൂടെ അവരുടെ കീഴിലുള്ള പ്രജകൾക്ക് മുകളിൽ ഒരു ശക്തമായ അധികാരം നിലനിർത്താൻ കഴിയാതിരിക്കുക, ഈ ജനങ്ങൾക്കിടയിൽ ഇവർക്കെതിരെ ശക്തമായ ഭിന്നതകൾ രൂപപ്പെടുക. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, സ്പെയിനിന്റെ ചരിത്രത്തിൽ ഇവരുടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും യഹൂദന്മാരും ക്രിസ്ത്യൻസും കൂടെ ആയിരുന്നല്ലോ. ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന വിവിധ ഡൈനാസ്റ്റികൾ തമ്മിൽ തല്ലലുകളിൽ അതിൽ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുസ്ലിം ഭരണാധികാരികൾ സ്പെയിനിൽ നീണ്ടകാലം ഭരിക്കുവാൻ കഴിഞ്ഞത്. അവർക്കിടയിലുള്ള പ്രത്യേകിച്ച് അവരുടെ മതവിഭാഗീയത, രാജവംശങ്ങൾ തമ്മിലുള്ള പരസ്പരം പോരാട്ടങ്ങൾ, സംഘർഷങ്ങൾ, അതിലുണ്ടാവുന്ന വിള്ളലുകൾ, ആ വിള്ളലുകളിൽ ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ വാക്കം, രാഷ്ട്രീയ ശൂന്യതകൾ, ആ ശൂന്യതകൾ കണ്ടെത്തിക്കൊണ്ടിട്ട് മുസ്ലിങ്ങളായ പ്രഗത്ഭരായ മുസ്ലിം ഭരണാധികാരികൾ അവിടെ ഭരിക്കാൻ ശ്രമിക്കൽ, ഇതൊക്കെ കൊണ്ടാണ് ഈ മുസ്ലിം ഭരണാധികാരികൾക്ക് നീണ്ടകാലം ഭരിക്കുവാൻ കഴിഞ്ഞത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും അവസാനത്തോടെത്തുമ്പോൾ എല്ലാ ഭരണാധികാരികളും ഇതേ ഭീഷണി അവർക്കിടയിൽ നേരിടുകയും അങ്ങനെ ഈ ചില മുസ്ലിം ഭരണാധികാരികൾ, ലോക്കൽ ഭരണാധികാരികൾ ക്രിസ്ത്യൻ ഭരണാധികാരികളുടെ സഹായത്തോടു കൂടി മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭരണകൂടങ്ങൾ സ്പെയിനിലെ ആദ്യത്തെ ഉമയ്യ ഖിലാഫത്ത് തകരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 11-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുന്ന 11 മുതൽ 12 ഏകദേശം കാലങ്ങളിൽ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് അൽ മുറാബിത്തൂൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പവർ. 1031 മുതലാണ് അവരുടെ ഒരു കണക്ക് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. 1031 മുതൽ 1130 വരെയുള്ള നീണ്ട കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പേ തന്നെ ചില ഭാഗങ്ങളിൽ അവർ അധികാരം ഭരിക്കുവാനും ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അധികാരം സ്ഥാപിക്കപ്പെടുന്നത് 1031 ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ്. ഈ അറബ് ബെർബർ സമൂഹങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന, അവർക്കിടയിൽ ഒരു നമ്മൾ പറയുന്ന പോലെ പ്രിമിറ്റീവായ ഒരു സംഘാടനം, മുറാബിത്തുൻ എന്ന പേരിൽ ഒരു തസവുഫിന്റെ ഓറിയന്റേഷനോട് കൂടിയിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. യഹ്യ ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഷെയ്ഖ്, ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഈ ഒരു മുറാബിത്തുൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. ഒരു മിലീഷ്യ പോലെയായിരുന്നു അവർ വളർന്നത്. ഈ റിബാത്ത് എന്നുള്ള പദത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അതായത് ഒരു നാടിന്റെ ഫ്രണ്ടിയർ ഏരിയകളിൽ സൈനിക സന്നാഹം നടത്തുന്ന ആ ഒരു സംവിധാനത്തിനെയാണല്ലോ, ടെന്റുകളെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ റിബാത്ത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും യുദ്ധസന്നദ്ധരായ, എപ്പോഴും യുദ്ധത്തിന് സജ്ജരായ, സമരവീര്യമുള്ള പോരാളികളായ, അതേസമയം തന്നെ ഈ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിരുന്നു മുറാബിത്തുൻ. 1035 യഹ്യ ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന മുറാബിത്തൂന്റെ നേതാവ് ഹജ്ജ് ചെയ്യുവാൻ പോകുകയും പിന്നീട് ഇന്നത്തെ ടുണീഷ്യയിലെ ഖൈറുവാൻ ഭാഗത്തെത്തുകയും അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സൈനിക നേതാവിനെ, ഒരു യുവ നേതാവിനെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവരുടെ പ്രധാന നേതാവായിരുന്ന ഇബ്നു താഷിഫീൻ എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിൻ യാസീൻ എന്ന് പറയുന്ന പണ്ഡിതനും ചെറുപ്പക്കാരനും പോരാളിയുമായ ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ അബ്ദുല്ലാഹിബിൻ യാസീൻ ആണ് മുറാബിത്തൂൻ എന്ന് പറയുന്ന രാജവംശം, പിന്നീട് രാജവംശമായി മാറിയ ഈ ഒരു ഭരണ സംവിധാനത്തെ സ്പെയിനിൽ 1030-കൾക്ക് ശേഷം വ്യാപിപ്പിക്കുവാനും പിന്നീട് ഭരിക്കുവാനും തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു നീണ്ട കാലഘട്ടം നമുക്കത് അറിയാം. നമ്മൾ മറ്റൊരു പ്രത്യേകത, അൽ മുറാബിത്തൂന്റെ മറ്റൊരു പ്രത്യേകത, അവർ ഖിലാഫത്ത് എന്നുള്ള പദം സ്വീകരിച്ചില്ല. അവർ ബാഗ്ദാദി ഖിലാഫത്തിനെ നോമിനലായി പേരിൽ അംഗീകരിക്കുകയും
സ്വതന്ത്രമായി തന്നെ സ്പെയിനിന്റെ ചുറ്റുപാടുള്ള ഭാഗങ്ങളിൽ ഭരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വയം അമീറുൽ മുസ്ലിമീൻ എന്നുള്ള ഒരു പദമാണ് ഇവർ സ്വയം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവരുടെ ഒരു പ്രത്യേകത പറയുന്നത്, ഇവരുടെ ചുറ്റുപാടുമുണ്ടായിരുന്ന വിവിധ ഡൈനാസ്റ്റികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നോർത്ത് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്കും സ്പെയിനിന്റെ ഭാഗങ്ങളിലേക്കും ഇവർ വ്യാപിക്കുകയും ആ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, താരിഖ് ഇബ്നു സിയാദിനെ ക്രിസ്തീയ ജനതകൾ തന്നെ തങ്ങളെ സഹായിക്കുവാൻ ക്ഷണിച്ചു എന്നതുപോലെ നമുക്ക് ഈ ഇബ്നു യാസീന്റെ ചരിത്രത്തിലും ഉദാഹരണം കാണുവാൻ പറ്റും. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ ഭരണാധികാരി അദ്ദേഹത്തെ സഹായിക്കുവാൻ ഇബ്നു യാസീനെ ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരെ ഉപദ്രവിച്ചിരുന്ന എതിരാളിയായ ക്രിസ്ത്യൻ ഭരണാധികാരികളെയും, അതുപോലെ തന്നെ അന്ന് ചില ചെറിയ ചെറിയ മുസ്ലിം ഡൈനാസ്റ്റികളും നിലവിലുണ്ടായിരുന്നു. സ്പാനിഷ് ചരിത്രത്തിൽ രണ്ട് തരത്തിലുള്ള പെറ്റി കിങ്ഡംസ് ഉണ്ട്. ഒന്ന് മുസ്ലിങ്ങളായ ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാർ, മറ്റൊന്ന് ക്രിസ്തീയ നാട്ടുരാജാക്കന്മാർ. ഈ 1031 ഉമയ്യ ഖിലാഫത്ത് തകർന്നതിന് ശേഷം ചെറിയ ചെറിയ മുസ്ലിം ഡൈനാസ്റ്റികൾ അതിന്റെ മുക്കുമൂലകളിലും പരക്കുകയുണ്ടായി. ഇവർ അവരുടെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി വൻ ഭീമമായ ടാക്സും ജിസിയ അടക്കമുള്ള ഭാഗങ്ങൾ ജനങ്ങളിൽ നിർബന്ധം ചെലുത്താനും തുടങ്ങി. അപ്പോൾ ഇവരെയും കൂടി പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടും കൂടിയിട്ടാണ് ക്രിസ്തീയ ഭരണാധികാരികൾ നാട്ടുരാജാക്കന്മാർ ഇബ്നു യാസീനെ ക്ഷണിക്കുകയും ഇവരെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഇവരുടെ സ്ട്രാറ്റജിയെ, മുറാബിത്തൂന്റെ സ്ട്രാറ്റജിയെ ബദർ യുദ്ധവുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധതന്ത്രങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നതായിട്ട് ചരിത്രകാരന്മാർ ഇബ്നു ഖൽദൂൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ മുറാബിത്തൂൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അഖീദ ഇത് ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, തൗഹീദ് സ്ഥാപിക്കാനുള്ള പോരാട്ടമാണ്, അക്രമികളായ മുസ്ലിം നാട്ടുരാജന്മാരെ പരാജയപ്പെടുത്തുവാനുള്ള പോരാട്ടമാണ്, അതുപോലെ തന്നെ അഹ്ലി കിതാബുകാരായ യഹൂദരെയും ക്രിസ്ത്യൻസിനെയും സഹായിക്കാനുള്ള പോരാട്ടമാണ് എന്നൊക്കെ ഒരു ആശയത്തിന്റെ പേരിലാണ് ഈ പോരാട്ടം പോലും ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ ഭരണാധികാരികളും ബാക്കിയുള്ള മുസ്ലിം സൈനികരും എല്ലാവരും കൂടെ ഇദ്ദേഹത്തിന്റെ കീഴിൽ ചേരുകയും 1,50,000 വരുന്ന വലിയൊരു സൈനിക പട ഇദ്ദേഹം രൂപീകരിക്കുകയും ആ ഒരു സൈനിക പടയോടുകൂടി ബാക്കിയുള്ള ക്രിസ്തീയ ഭരണാധികാരികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ അൽ മുറാബിത്തൂൻ എന്ന് പറയുന്ന സംഘാടനം അല്ലെങ്കിൽ ഒരു മുസ്ലിം പൊളിറ്റിക്കൽ പവർ ആ ഭാഗത്ത് രൂപീകരിക്കുന്നതായും നമുക്ക് കാണാം. ചരിത്രത്തിൽ വളരെ ഏറ്റവും പ്രസിദ്ധമായ ഒരു യുദ്ധമുണ്ട് 1099. അവിടെ ഉണ്ടായിരുന്ന അൽഫോൺസോ ആറാമൻ എന്ന് പറയുന്ന ക്രിസ്തീയ ഭരണാധികാരികളെ പരാജയപ്പെടുത്തുന്നുണ്ട് ഇദ്ദേഹം. ഈ പരാജയം വലിയൊരു വിജയമായി അന്നത്തെ മുസ്ലിങ്ങൾ കണ്ടിരുന്നു. കാരണം ഈ ക്രുസേഡ് വാർ, കുരിശ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അൽഫോൺസോ ആറാമൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുക എന്നതും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, ചില നിരീക്ഷണ പ്രകാരം ഇദ്ദേഹം എങ്ങാനും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുറാബിത്തൂൻ അവിടെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ആ ഭാഗങ്ങളടക്കം നോർത്ത് ആഫ്രിക്കയുടെ തുനീഷ്യ, മഗ്രിബ്, അൾജീരിയ, മൊറോക്കോ അടക്കമുള്ള ഭാഗങ്ങൾ മുഴുവനും നേരത്തെ തന്നെ ഇവരുടെ കുരിശുദ്ധക്കാരുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു. അതുവഴി ഫലസ്തീനും സിറിയയും ഈജിപ്തും മെഡിറ്ററേനിയൻ ഭാഗത്തെ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളും നേരത്തെ തന്നെ ആയിരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ക്രുസേഡ് ശക്തികളുടെ കീഴിൽ വരുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഇവരുടെ കുരിശുദ്ധത്തിന്റെ ശക്തമായ നീക്കത്തെ തടയിടുവാനും അവരെ പരാജയപ്പെടുത്തുവാനും അതിന് നേതൃത്വം വഹിച്ച ആളാണ് ഇദ്ദേഹം. യൂസുഫ് ഇബ്നു താഷിഫിന്റെ ചരിത്രത്തിലും നമുക്ക് ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അബ്ദുല്ലാഹ് ഇബ്നു യാസിന് ശേഷം വളരെ ശക്തനായ ഭരണാധികാരിയാണ് യൂസുഫ് ഇബ്നു താഷിഫീൻ. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും മുറാബിത്തൂൻ കാലഘട്ടത്തിന്റെ ഒരു വലിയ സംഭാവനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ പരാജയത്തിന് ശേഷം, അതായത് മുറാബിത്തൂനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഡൈനാസ്റ്റികളും ആദ്യ ഭരണാധികാരികൾ വളരെ ഐഡിയലിസ്റ്റായ, അഖീദയിൽ അടിയുറച്ചു നിൽക്കുന്ന, ശരീഅത്തിനെ അംഗീകരിക്കുന്ന, ജന അഭിപ്രായത്തെ മാനിക്കുന്ന,
ജനഹിതം മാനിക്കുന്ന, നീതിപരമായി ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് അവസാനം അതൊരു സാധാ രാജവംശമായി മാറുകയും അത് അവരുടെ പതനത്തിലേക്ക് എത്തുകയും പിന്നീട് അടുത്ത പൊങ്ങി വരുന്നത് അൽ മുവഹിദൂൻ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയാണ്. ഈ മുവഹിദൂൻ എന്ന് പറയുന്നത് അത് സ്ഥാപിക്കുന്നത് വളരെ പ്രമുഖനായ ഇബ്നു തൂമർത്ത് എന്നറിയപ്പെട്ട സൈനിക നേതാവാണ്. അതേസമയം അദ്ദേഹത്തെ സ്പാനിഷ് ഇസ്ലാമിക ചരിത്രത്തിൽ സൂഫിയായി എണ്ണുന്നവരുണ്ട്. പിന്നീട് നമുക്ക് 19-ാം നൂറ്റാണ്ടിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ മഹ്ദീനെ പോലെ, ഇമാം സനൂസിനെ പോലെ, അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ റിലീജിയസ് ഫിഗർ ആയിട്ടാണ് ഇബ്നു തൂമർത്ത് പോലും ഉയർന്നു വന്നത്. അദ്ദേഹമാണ് ഇത് സ്ഥാപിക്കുന്നതെങ്കിൽ പോലും പക്ഷേ ഈ മുവഹിദ് ഡൈനാസ്റ്റിയെ 1130 മുതൽ പിന്നീട് 1269 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലേക്ക് വളരെ സുശക്തമായ ഒരു ഭരണ സംവിധാനം ഉയർത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത് അബ്ദുൽ മുഅ്മിൻ അൽ ഗനി എന്ന് പറയുന്ന, അബ്ദുൽ മുഅ്മിൻ അൽ ഉമി എന്ന് പറയുന്ന ഇവർക്ക് ശേഷം വന്ന വലിയ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മുറാബിത്തുവിന്റെ കീഴിൽ എന്തൊക്കെ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇദ്ദേഹം പിടിച്ചുകൊണ്ട് കീഴിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുറാബിത്തൂൻ സ്പാനിഷ് പോർച്ചുഗീസ് ചരിത്രത്തിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടോ അതേ ഒരു ചരിത്രം തന്നെ നമുക്ക് അൽ മുവഹിദൂന്റെ ചരിത്രത്തിലും കാണുവാൻ കഴിയും. ഇവർ തന്നെ പിന്നീട് ശക്തമായ പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1212 ഒരു പ്രധാനപ്പെട്ട സൈനിക പരാജയം നേരിടുകയും അതോടുകൂടി അവർ സൈനികമായി ദുർബലമാവുകയും എന്നാൽ പേരിൽ ഭരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം മുഖ്യ പ്രദേശങ്ങൾ നഷ്ടപ്പെടുമെങ്കിൽ പോലും ചില പ്രദേശങ്ങൾ കയ്യിലുണ്ടാകും. ആ പ്രദേശങ്ങൾ അവർ ഭരിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു വലിയ സൈനിക ശക്തിയിൽ നിന്ന് ചെറിയ നാട്ടുരാജാവായി മാറുകയും ചെറിയ പ്രദേശങ്ങൾ ഭരിക്കുന്ന ഒരു പെറ്റി സ്മോൾ കിങ്ഡമായി അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഭരണകൂടങ്ങളെല്ലാം ഇല്ലാതാവുന്നത്. 1230-കൾക്ക് ശേഷം ഇവരുടെ പ്രധാനപ്പെട്ട ശക്തി എല്ലാം നശിക്കുകയും ആ പ്രദേശങ്ങളിൽ പെതുക്കെ ക്രിസ്തീയ ഭരണാധികാരികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലാണ് സ്പെയിനിലെ സെവില്ല അടക്കമുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയും ഗ്രാനഡ മാത്രമായി അവരുടെ കയ്യിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ചരിത്ര സംഭവം ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്രാനഡ അവരുടെ കയ്യിലേക്ക് വരികയും അവിടെ നാസിർ എന്ന് വിളിക്കപ്പെടുന്ന, നാസിരീസ് എന്ന് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ഡൈനാസ്റ്റി ഏകദേശം 1232 മുതൽ 1492 വരെയുള്ള കാലഘട്ടം വരെ അവരവിടെ ഭരിക്കുന്നു. ഈ 1492 നമ്മൾ പറയുന്നത് പോലെ സ്പാനിഷ് മുസ്ലിം ചരിത്രത്തിന്റെ പതന കാലഘട്ടം. ഈ നാസിർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണകൂടത്തോടാണ് തുടങ്ങുന്നതെങ്കിൽ പോലും അവസാനിക്കുന്നത് അബു അബ്ദുല്ല മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിലാണ്. ഇന്ന് സ്പെയിനിൽ ഗ്രാനഡ ഭാഗത്ത് വളരെ തലയുയർത്തി നിൽക്കുന്ന അൽഹംറ പാലസ്, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ അൽഹംറ എന്നാണ് വിളിക്കപ്പെടുന്നത്, അത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും നഷ്ടപ്പെടുകയും അവസാനം ഗ്രാനഡ മാത്രമായി വരികയും ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ അടുത്തെങ്കിലും അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും പിന്നീട് സംഭവിക്കുന്നത് ക്രിസ്തീയ ഡൈനാസ്റ്റികൾ അവരുടെ പരാജയ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് തങ്ങൾ പരാജയപ്പെടുന്നത്, തങ്ങളുടെ ഭിന്നതകൾ എന്തുകൊണ്ടാണ്, പ്രത്യയശാസ്ത്രപരമായും അല്ലെങ്കിൽ സൈനികപരമായും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് ചേർത്ത് നിൽക്കാൻ കഴിയാത്ത എന്നുള്ള ആലോചനകൾ അവർക്കിടയിൽ സജീവമാവുകയും അതിന്റെ ഫലമായി 1499 ഈ കാസിൽ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഇസബെല്ല രാജ്ഞിയും അതുപോലെ തന്നെ അരഗോൺ ഭാഗത്തുണ്ടായിരുന്ന ഫെർഡിനാൻഡും തമ്മിൽ വൈവാഹിക ബന്ധമുണ്ടാവുന്നു. നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ട പലതരത്തിലുള്ള അലയൻസുകളുണ്ട്, സഖ്യങ്ങളുണ്ട്. രാഷ്ട്രീയ സഖ്യം പ്രധാന സഖ്യമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ട്രൈബൽ സഖ്യം, ഒരു ഗോത്രവർഗങ്ങളുടെ സഖ്യം പ്രധാനമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ മാരിറ്റൽ അലയൻസ് എന്ന് പറയുന്നത്, വിവാഹ ബന്ധങ്ങളിലൂടെ വിവിധ ഡൈനാസ്റ്റികൾ തമ്മിലുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്തുക. അത്
അതുണ്ടാവുന്നതോടുകൂടി സാമന്ത രാഷ്ട്രങ്ങളായി മാറുകയും ഒരൊറ്റ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പ്രധാന ഭരണാധികാരിയുടെ കീഴിൽ ഒരുപാട് സൈനിക ശക്തി ഒന്നിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടും. ഏകദേശം എല്ലാ മുസ്ലിം ഡൈനാസ്റ്റികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അബ്ബാസി കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഉമയ്യ കാലഘട്ടത്തിൽ, ഇവിടെ മുഗൾ കാലഘട്ടത്തിലൊക്കെയും അക്ബറൊക്കെയും ഒരുപാട് വിവാഹം കഴിച്ചതിൻ്റെയൊക്കെയും പ്രധാന കാരണങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റൽ അലയൻസ് രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഐഡിയ തിരിച്ചറിയുകയും അങ്ങനെ ഈ രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ, കാസിലും അതുപോലെ അരകൻ ഭാഗത്തെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ വിവാഹത്തിലൂടെ ഒന്നാവുകയും ചെയ്യുന്നതോടുകൂടി ഈ രണ്ട് നാട്ടുരാജ്യങ്ങൾ ഒന്നിക്കുകയും ഒരു വലിയ രാജ്യമായി, രാജവംശമായി ഇവർ മാറുകയും ചെയ്യുന്നു. ഇതാണ് 1469 ഈ മൂവാണ് യഥാർത്ഥത്തിൽ സ്പെയിനിലെ മുസ്ലിം ചരിത്രത്തെ അവിടുന്ന് തുടച്ചു നീക്കുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായി മാറുന്നത്. അങ്ങനെ 1478 സ്പെയിനിൽ അവിടെ ഒരു ഇൻക്വിസിഷൻ തുടങ്ങുന്നു. ക്രിസ്തീയ മത പൗരോഹിത്യത്തിന്റെ നേതൃത്വത്തിൽ അവരെ എതിർക്കുന്ന യഹൂദന്മാരെയും മുസ്ലിങ്ങളെയും ശക്തമായി നേരിടുകയും ഭീഷണിപ്പെടുത്തുകയും നാടുകടത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ഇൻക്വിസിഷൻ രീതി തുടങ്ങുന്നത് 1478 ഏകദേശം 10 വർഷത്തിന് ശേഷം തന്നെ 1492 അവസാനത്തെ ഭരണാധികാരിയായിരുന്ന അബു അബ്ദുല്ല മുഹമ്മദിനെ അവിടുന്ന് പരാജയപ്പെടുത്തുകയും ആ ഭാഗം മുഴുവൻ പിടിച്ചെടുക്കുകയും അങ്ങനെ അവസാനം സ്പെയിനിൽ അവശേഷിച്ചിരുന്ന ഗ്രാനഡ ഭാഗത്തുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരിയുടെയും അധികാരത്തെയും ഇല്ലാതാക്കുകയും എന്നേക്കുമായി മുസ്ലിം അധികാരത്തെ അവിടുന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടാവുന്നത് 1492 ഇത് നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റും കൂടിയിട്ടാണ്. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് മലയാളവുമായും കേരളക്കരയുമായി ബന്ധപ്പെടുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിലാണ് വാസ്കോ ഡി ഗാമ പോർച്ചുഗലിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. 1498 വാസ്കോ ഡി ഗാമ കേരളത്തിൽ എത്തുന്നത്. ശക്തമായ കുരിശുയുദ്ധ പശ്ചാത്തലം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം, മുസ്ലിങ്ങൾ അതിനെതിരെ പോരാടുന്ന കാലഘട്ടം. അത് ഏകദേശം ഷാം, മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്ത് ശക്തമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. 1453 സുൽത്താൻ മുഹമ്മദ് ഫാത്തി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നത് പോലും സ്പാനിഷ് ഭാഗങ്ങൾക്കിടയിൽ, അവിടുത്തെ രാജവംശങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ മതവിരോധം രൂപപ്പെടുവാനും കാരണമായിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഉസ്മാനിയ ഖിലാഫത്തിന്റെ അല്ലെങ്കിൽ ഉസ്മാനി ഭരണാധികാരികളുടെ ഈ വളർച്ച, അവരുടെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന ചരിത്ര കാലഘട്ടം, അതിനു മുമ്പ് സലാഹുദ്ദീൻ അയ്യൂബി, നൂറുദ്ദീൻ സംഗി, ഇമാദുദ്ദീൻ സംഗി, സൈഫുദ്ദീൻ ഖുത്തൂസ്, അതുപോലെ തന്നെ കുത്തുബുദ്ദീൻ ബൈബേഴ്സ് അടക്കമുള്ള വലിയ വലിയ മംലൂക്ക്, അതുപോലെ തന്നെ അയ്യൂബി രാജവംശങ്ങളൊക്കെയും ഈ കുരിശ് യുദ്ധക്കാരെ പരാജയപ്പെടുത്തുന്ന കാലഘട്ടം. ഇതൊക്കെ നേരിട്ടും കണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തീയ ഭരണാധികാരികൾ ചർച്ച് അധികാരത്തിന്റെ നേതൃത്വത്തോടു കൂടി തന്നെ, അവരുടെ സപ്പോർട്ടോടു കൂടി, ആ ഒരു കുരിശുയുദ്ധ മനോഭാവത്തോടും കൂടിയിട്ടാണ് വാസ്കോ ഡി ഗാമ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന് പോയ മുസ്ലിം ഹാജിമാരെ കപ്പലുകൾ നശിപ്പിച്ചു കളയുകയും കൂട്ടക്കൊല ചെയ്യുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെയും കോഴിക്കോടും ഉണ്ടായിരുന്ന മുസ്ലിം മെർച്ചന്റുകളെയും കച്ചവടക്കാരെയും ആൾക്കാരെയും ഉപദ്രവിക്കുന്ന ചരിത്രം ഉണ്ടാവുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കിതാബാണ് നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ തഹ്രീൽ എന്ന് പറയുന്ന കിതാബ്. തഹ്രീൽ ഇമാൻ എന്ന് പറഞ്ഞാൽ ജിഹാദി അബ്ദത്ത് സുൽബാൻ എന്നാണ് അതിന്റെ കിതാബിന്റെ പേര് തന്നെ. കുരിശ് യുദ്ധത്തിന്റെ, കുരിശിന്റെ ആൾക്കാർക്കെതിരെ ജിഹാദ് ചെയ്യുവാനുള്ള പ്രേരണ എന്നാണ് ആ കിതാബിന്റെ അർത്ഥം തന്നെ. അതായത് പോർച്ചുഗീസിൽ നിന്ന് വരുന്ന ഈ ഗ്രാനഡൻ ഭാഗത്ത് പോർച്ചുഗീസിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് വരുന്ന ആ പോർച്ചുഗീസ് ഇൻവേഡേഴ്സിനെ, അധിനിവേശകർക്കെതിരെ പോരാടുക എന്ന് പറഞ്ഞ് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ രചനയിൽ പോലും കുരിശ് യുദ്ധക്കാർ, കുരിശിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ക്രൂസൈഡ് എന്ന് പറയുന്ന പരാമർശം പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം ഈ സ്പാനിഷ് ചരിത്രവുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാനഡയുടെ പതനം, അവിടെ
ഈ ക്രിസ്തീയ അധികാരം രൂപപ്പെടുന്നതും ശക്തമാവുന്നതും കേരളത്തിലേക്കുള്ള അധിനിവേശത്തിന്റെ കാരണവും മാറുന്നു എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 1500-കളിൽ റീകോൺക്വിസ്റ്റ എന്ന പേരിൽ അവർ ശക്തമായ യജ്ഞം തുടങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് 3 കണ്ടീഷൻസ് മുന്നിൽ വെക്കുകയാണ് ചെയ്തത്. ഒന്നുകിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാവുക, അല്ലെങ്കിൽ നിങ്ങൾ നാട് കടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടാൻ തയ്യാറെടുക്കുക. ഈ തരത്തിലുള്ള 3 പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചില ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെടുകയും അമേരിക്കൻ ചില ഭാഗങ്ങളിലേക്കും യൂറോപ്പിന്റെ ഭാഗങ്ങളിലേക്കും മൊറോക്കോ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചില ആൾക്കാർ നിർബന്ധിതമായി ക്രിസ്ത്യാനികളായി മാറേണ്ടി വന്നു. കുറെ ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. ചില ആൾക്കാർ പേരിൽ ക്രിസ്ത്യാനിയാവുകയും അവർ ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നിയമപരമായി ലീഗലി ക്രിസ്ത്യാനി ആയതോടുകൂടി പിന്നീട് വന്ന അവരുടെ തലമുറകൾ ക്രിസ്തീയ ജനതയായി മാറ്റപ്പെടുകയാണ് ചെയ്തത്. ഇത്രയും കാലഘട്ടം 711 മുതൽ 1492 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടാക്കിയെടുത്ത ആർക്കിടെക്ചറുകളെ അവരെ ബാറാക്കിയും അതുപോലെ തന്നെ കുതിരാലയങ്ങളാക്കി മാറ്റുകയും മ്യൂസിയമാക്കി മാറ്റുകയും അതിൻ്റെ കൂടെ തന്നെ ക്യാബറെ നടക്കുന്നത്, അതുപോലെ ഡാൻസ് മേഖല അങ്ങനെയുള്ള സംവിധാനങ്ങളാക്കി മാറ്റുകയും ചെയ്ത ചരിത്രമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 40 അത്രയോ ഖബറിസ്ഥാൻ മാത്രമേ ഉള്ളൂ എന്നും 2000-ഓളം പള്ളികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുമുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ സജീവമായി തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അവരിൽ നിന്ന് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിൽ പോലും ഈ നീണ്ട കാലഘട്ടം മുസ്ലിങ്ങൾ ഭരിച്ച സ്പെയിനിൽ ഇപ്പോൾ നമുക്ക് തുച്ഛമായ ജനസംഖ്യ, വിരലിലെണ്ണാവുന്ന ജനസംഖ്യ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്പാനിഷ് ജനതകൾക്കിടയിൽ ഇസ്ലാമിക വ്യാപനം ശീഘ്രം നടക്കുന്ന വാർത്തകളും കൂടി ഉണ്ടാവുന്നുണ്ട്. എല്ലായ്പ്പോഴും ഇസ്ലാമോഫോബിയയും സെനോഫോബിയ പോലുള്ള പ്രതിലോമകരമായ ചിന്തകൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണല്ലോ ഇസ്ലാമിന്റെ ഒരു വ്യാപനവും ശക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിനിൽ പോലും ആ ഒരു ഇസ്ലാമിന്റെ വ്യാപനത്തിന് അവിടെ ഉണ്ടാവുന്ന അക്രമ പ്രവർത്തനങ്ങൾ തന്നെ കാരണമാവുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടതായിട്ട് ഞാൻ പറയുകയാണ്. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, നിരവധി പണ്ഡിതന്മാർ ഇവർക്കിടയിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചർച്ചകളുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ, ഒന്ന് അവരുടെ അധികാരവും രണ്ടാമത്തത് അവരുടെ ഈ വൈജ്ഞാനിക മേഖലയുള്ള കോൺട്രിബ്യൂഷനും കൂടാണ്. ഇതിന്റെ മുമ്പ് വൈജ്ഞാനിക മേഖലയുള്ള കോൺട്രിബ്യൂഷന് മുമ്പ് എങ്ങനെയാണ് സ്പെയിനിൽ ഈ അധികാരമുള്ള സാഹചര്യത്തിൽ തന്നെ ഒരു ഇസ്ലാമിക വ്യാപനം ശക്തമാവുന്നത്? നമുക്കറിയാം, ഇന്ത്യയിൽ പോലും ആയിരങ്ങൾക്ക് ശേഷം 11 നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ മുസ്ലിങ്ങൾ ഭരിച്ചു. ഏകദേശം 1858 വരെയെങ്കിലും ഒരു വലിയൊരു സെൻട്രൽ ഗവൺമെന്റ് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അതിനുശേഷം സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ വിവിധ മുസ്ലിം ഡൈനാസ്റ്റികൾ ഉണ്ടായി. നോർത്ത് ഇന്ത്യയിലെ വിവിധ പെറ്റി കിങ്ഡംസ് ഉണ്ടായി. എന്നിട്ട് പോലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി മാറുകയും ബഹുഭൂരിപക്ഷം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായി ഉണ്ടായിരുന്നത്. പക്ഷേ സ്പെയിനിൽ മറ്റൊരു ചിത്രം രൂപപ്പെടുകയുണ്ടായി. ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയാൻ കാരണം, എന്തുകൊണ്ട് അവിടെ ഇസ്ലാം വ്യാപനം സംഭവിച്ചു? ഒന്നാമത്തെ കാരണം, അവിടെ ഹിസ്പാനോ വിസിഗോത്ത് എന്ന് അറിയപ്പെടുന്ന അവിടുത്തെ ക്രിസ്ത്യൻ ജനസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിഭജനവും വിള്ളലുകളും ക്രിസ്തീയ ഭരണകൂടങ്ങളും മതപൗരോഹിത്യം തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും അവിടെ ഇസ്ലാം വളരെ പെട്ടെന്ന് വ്യാപിക്കുവാൻ കാരണമായി. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഈ ക്രിസ്തീയ ഭരണാധികാരികൾ കീഴിലുണ്ടായിരുന്ന യഹൂദന്മാർ നിരവധി പീഡനങ്ങൾക്ക് ഇരയാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വലിയൊരു ആശ്വാസപരമായി പോലും മാറിയതായി നമുക്ക് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ക്രിസ്തീയ ഭരണകൂടങ്ങൾ യഹൂദരെ പീഡിപ്പിച്ചത്? നമുക്കറിയാം, അവർ പ്രധാനമായ കാരണമായി അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ കൊലപാതകത്തിന്, അവരുടെ വിശ്വാസപ്രകാരം കുരിശുമരണത്തിന് പ്രധാന കാരണം യഹൂദ പണ്ഡിതരാണ് എന്ന ഒരു മത ആഖ്യാനം പോലും യഹൂദർക്കെതിരെ നിലപാടെടുക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ചു. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമേ ഇല്ലല്ലോ. കാരണം ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്.
അത് മാത്രമല്ല അഹ്ലി കിതാബ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ട് പോലും യഹൂദരെ നമ്മൾ ഹാർദവമായി, മുസ്ലിം ഭരണകൂടങ്ങൾ ഹാർദവമായിട്ടാണ് അവിടെ സ്വീകരിച്ചത്. അതിന്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിവിധ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു വന്ന വിവിധ ആൾക്കാർ, അതായത് സ്വതന്ത്രമായി തന്നെ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ, യഹൂദരിൽ നിന്നും ക്രിസ്ത്യനിൽ നിന്നും ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ പോലും മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ അവർ വളരെ സമാധാനപരമായ ഒരു സാഹചര്യം ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വിവിധ അറബ് കച്ചവടക്കാർ, മിലിറ്ററി മെൻസ്, മൊറോക്കൻ ഭാഗത്തു നിന്നുള്ള ബെർബറുകൾ, അറബ് വിഭാഗങ്ങൾ, അങ്ങനെ ഉമയ്യ ഖിലാഫത്തിന് കീഴിലുണ്ടായിരുന്ന ലോയലുകളായ ഒരുപാട് മനുഷ്യന്മാർ, അവരെല്ലാവരും ഈ പുതിയ ഒരു പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഗമാണ്, കച്ചവട ബന്ധമുണ്ട്, അതുപോലെ തന്നെ ജിബ്രാൾട്ടർ കടലിടുക്ക് പോലുള്ള മെഡിറ്ററേനിയനുമായി ബന്ധമുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സീ റൂട്ടുമായി കണക്ട് ചെയ്യപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ കച്ചവട സാധ്യതകൾ കണ്ടറിഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്ത് വന്ന് താമസിക്കാൻ വരുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടാകുന്നു. അപ്പൊ ഇതും കൂടി അവിടുത്തെ ഒരു മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായി മാറി എന്നതും കൂടി നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അടിമകളും കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള ഇൻവേഷൻ ഉണ്ടാകുകയും ആ ഭാഗത്തു നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന അടിമകൾ, അവരുടെ ഇസ്ലാം സ്വീകരണം, അങ്ങനെ അവരിലൂടെ ഉണ്ടാകുന്ന ഇസ്ലാം വ്യാപനം, അങ്ങനെ വിവിധ തരത്തിലുള്ള ജനതകളിലൂടെയാണ് ഈ സ്പാനിഷ് ചരിത്രത്തിൽ ഇസ്ലാമിക വ്യാപനം സജീവമായത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു പണ്ഡിത ലോകത്തേക്ക്, അല്ലെങ്കിൽ വൈജ്ഞാനിക ലോകത്തേക്കും കൂടി നമ്മൾ സ്പർശിക്കേണ്ടതുണ്ട്. സ്പാനിഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ മൈമോനിഡ്സ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു യഹൂദ പണ്ഡിതനാണ്, ഒരു ഫിസിഷ്യൻ ആയിരുന്നു, വളരെ പ്രമുഖനായ യഹൂദ റബ്ബിയും കൂടിയാണ് അദ്ദേഹത്തെ പോലെ നിരവധി യഹൂദ പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാരെക്കാളും അപ്പുറം യഹൂദരായ ക്രിസ്ത്യരായ പണ്ഡിതന്മാർ മുറാബിത്തുകൾക്ക് കീഴിലും മുവഹിദുകൾക്ക് കീഴിലും നാസിരികൾക്ക് കീഴിലും നേരത്തെ പറഞ്ഞതുപോലെ ഖിലാഫത്തുകളുടെ കീഴിലും അവർ ഭരിക്കുകയുണ്ടായി, അവരവരുടെ ജീവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പോയട്രിയിലും അഗ്രികൾച്ചറിലും മ്യൂസിക്കിലും അതുപോലെ തന്നെ സയൻസ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, നാവിഗേഷൻ, വിവിധ തരത്തിലുള്ള ടെക്നോളജികളിലുമെല്ലാം ഈ കാലഘട്ടങ്ങളിൽ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. ചില പേരുകൾ മാത്രം ഞാൻ പരാമർശിക്കാം. നമുക്കറിയാം ഇബ്നു റുഷ്ദിന്റെ ചരിത്രം. ഒരേ സമയം തന്നെ അരിസ്റ്റോട്ടലിനെ പോലുള്ള, പ്ലേറ്റനെ പോലുള്ള ആൾക്കാർക്ക് തഫ്സീർ എഴുതിയ ഇബ്നു റുഷ്ദ്, അതേ ഇബ്നു റുഷ്ദ് തന്നെ ബിദായത്തുൽ മുജ്തഹിദ് വ നിഹായത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന കിതാബ് എഴുതിയ ഇബ്നു റുഷ്ദ്, ഒരു മാലിക്കി മദ്ഹബ് പിൻപറ്റുന്ന അന്നത്തെ രാജവംശത്തിന്റെ കീഴിൽ ഖാദിയായി ജീവിച്ചിരുന്ന ഇബ്നു റുഷ്ദ് തന്നെയാണ് ഇബ്നു റുഷ്ദ് തന്നെയാണ് തഹാഫത്തുൽ ഫലാസിഫ പോലുള്ള ഈ കിതാബ് എഴുതുന്നത്. ഇബ്നു സീനയെ തന്നെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കിതാബ് എഴുതുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരാളാണ് ഇബ്നു ഹസം അൽ-ളാഹിരി. ളാഹിരി മദ്ഹബ് എന്ന് ഇസ്ലാമിക ലോകത്ത്, മദ്ഹബുകളുടെ ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ കിതാബാണല്ലോ ളാഹിരി മദ്ഹബ്. 994 ജനിക്കുകയും 1064 മരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും വളരെ വിവാദ നായകനാണ്. ഈ സ്പാനിഷ് ഇസ്ലാമിക ചരിത്രത്തിൽ, ഫിഖഹിന്റെ ചരിത്രത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളും കൂടാണ്. മറ്റൊന്ന്, മലയാളത്തിലധികം പബ്ലിഷ് ചെയ്യപ്പെട്ട ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്ന് പറയുന്ന നോവലിന്റെ കർത്താവ് ഇബ്നു തുഫൈലിന്റെ ഹയ്യ് ഇബ്നു യഖ്ലാൻ വളരെ രസകരമായ ഒരു നോവലാണ്. സാധാരണ നമുക്കറിയാം ഈ അഖ്ൽ നഖ്ൽ എന്ന് പറയുന്ന ഒരു ചർച്ച ഇസ്ലാമിക ചരിത്രത്തിൽ, ഫിഖഹിന്റെയും അഖീദയുടെയും ചരിത്രത്തിലുണ്ട്. അതായത് ടെക്സ്റ്റ് ആയിരിക്കണം പ്രയോറിറ്റി ഉണ്ടാവേണ്ടത്, അഖ്ൽ അതിന്റെ കീഴെയാണ് വരേണ്ടത് എന്ന് പറയുന്ന അശ്അരി മദ്ഹബിന്റെ ഒരു പശ്ചാത്തലം നമ്മുടെ കേരളത്തിലടക്കമുണ്ട്. അതേസമയം തന്നെ മുഅ്തസിലികൾ അഖ്ലിന് പ്രാമുഖ്യം കൊടുക്കുന്നു, മാതുരീദികൾ ഇതിന് രണ്ടിനും ബാലൻസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടും അന്നുണ്ടായിരുന്നു. പക്ഷെ ഇബ്നു തുഫൈലിന്റെ ഈ ഹയ്യ് ഇബ്നു യഖ്ലാൻ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ, അതായത് വളരെ ഇസ്ലാം അറിഞ്ഞ, പടച്ചവനെ അറിഞ്ഞ, ഖുർആനെ അറിഞ്ഞ, സത്യമറിഞ്ഞ ഒരു മനുഷ്യൻ വിദൂര ഭാഗത്തേക്ക് എത്തുകയും ജനവാസമില്ലാത്ത ഒരു ഭാഗത്ത് അവിടെ എത്തുമ്പോൾ ഒരു മനുഷ്യനെ കാണുകയും ആ മനുഷ്യൻ താൻ അറിഞ്ഞ ദൈവത്തെയും സത്യത്തെയും അറിഞ്ഞ ഒരാളായി കാണുകയും ചെയ്യുന്നു. അപ്പോൾ അതായത് അഖ്ലിലൂടെ സത്യത്തെ തിരിച്ചറിയാൻ പറ്റുന്ന
ഒരു സാഹചര്യം ഉണ്ട് എന്ന് വാദിച്ച നോവലിലൂടെ എഴുതിയ ആളാണ് ഇബ്നു തുഫൈൽ. നമ്മുടെ മലയാളത്തിൽ അധികം അത് ഈ രചന ഹയ്യബിൻ യഖ്ലാൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ ഫിലോസഫിക്കലായി ഒരുപാട് ചിന്തിച്ച ആൾക്കാരുണ്ട്. രണ്ട് ഇബ്നുൽ അറബിമാരുണ്ട്. ഒന്ന് ഇബ്നുൽ അറബി, 11-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഇബ്നുൽ അറബിയും 12-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഫിലോസഫറായ സൂഫിയായ വഹ്ദത്തുൽ വജൂദ് പോലുള്ള ചിന്തകളുടെ ഫുതുഹാത്തുൽ മക്കിയ പോലുള്ള കിതാബ് എഴുതിയ ഇബ്നു അറബിയും. ആ ഇബ്നു അറബിയുടെ ചരിത്രം നമുക്കറിയാം ഉസ്മാനി ഖിലാഫത്തുമായി ചേർന്ന് നിൽക്കുന്ന ചരിത്രമാണ്. ഉസ്മാൻ ഖാന്റെ പിതാവ് എർത്തുറുകളുമായി തന്നെ ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാവുന്നതും ആ ഇബ്നു അറബിയുടെ ചില പ്രവചനങ്ങളാണ് ഉസ്മാനി ഖിലാഫത്തിന് 1517 ഉസ്മാനികളായ നോൺ അറബുകളായ ഖുറേഷികളല്ലാത്ത തുർക്കികൾക്ക് ഖിലാഫത്ത് പ്രഖ്യാപിക്കാനുള്ള നിയമസാധുത നൽകിയത് ഇബ്നു അറബിയുടെ ചിന്തകളാണ് എന്ന് പറയുന്ന ഒരു ചരിത്രം ഉണ്ട്. അതായത് ഷജറ നുഅ്മാനിയ ഫി ദൗല ഉസ്മാനിയ എന്ന് പറയുന്ന ഇബ്നു അറബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കിതാബുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ ഉസ്മാനികൾക്കിടയിൽ ഒരു ഖിലാഫത്ത് രൂപപ്പെടുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരം രൂപപ്പെടുന്നു എന്നൊരു പ്രവചനമാണ് ആ കിതാബിലുള്ളത് എന്നതായി വിശദീകരിക്കപ്പെടുന്നത്. ആ ഒരു ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ഭരണാധികാരികൾക്ക് ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക നിയമസാധുത നൽകുന്നതിന് കാരണക്കാരനായി ഉസ്മാനി പണ്ഡിതന്മാർ ഇന്നും വിശ്വസിക്കുന്നത് ഇബ്നു അറബിയാണ്. ആ ഇബ്നു അറബി ജനിച്ചതും ഇബ്നു അറബി ഉണ്ടായിരുന്നത് അവിടെയാണ്, സ്പാനിഷ് ആ ഭാഗത്തായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നിരവധി കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരുപാട് പേരുണ്ട്. ഇബ്നു ബാജയെ പോലുള്ള, മസ്ലമ മജ്രിത്തീനെ പോലുള്ള, ജർഖലിനെ പോലുള്ള, ഇബ്നു നാഫിസിനെ പോലുള്ള ഒരുപാട് ആൾക്കാരും നമ്മുടെ ഈ ചരിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രമുഖനായ ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അബ്ബാസ് ഇബ്നു ഫർനാസ്. അദ്ദേഹം ആദ്യമായി പറക്കാൻ തയ്യാറായ ഒരാളായിട്ടാണല്ലോ അബ്ബാസ് ഇബ്നു ഫർനാസിനെ പറയുന്നത്. ഈ സ്പാനിഷ് ഭാഗത്തുനിന്ന് പോയി ബാഗ്ദാദിൽ പറക്കാൻ ശ്രമിച്ച ആളായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാരെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഇബ്നു സീനെ പോലുള്ള, അല്ലെങ്കിൽ സഹറാവി, ഇബ്നു സുഹൈർ, അതുപോലെ തന്നെ ഇബ്നു ബൈത്തർ, ഇബ്നു ജുൽജുൽ, ഇബ്നു നാഫിസ്, അങ്ങനെ നിരവധി ശാസ്ത്രീയ, സാഹിത്യ, രാഷ്ട്രീയ, മത, ആധ്യാത്മിക മേഖലകളിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ അർപ്പിച്ച, സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരും കൂടി ഉള്ള ലോകമാണ് അബ്ബാസ് ഈ സ്പാനിഷ് ഇസ്ലാമിക ചരിത്രത്തിന്റെ ലോകം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.